ഇത് നിങ്ങളുടെ 4th അസൈൻമെൻ്റ് ആണ്. മോഷൻ എന്ന സ്ട്രേറ്റ് ലൈൻ എന്ന ലൈവ് എടുത്ത പാർട്ടിൽ നിന്ന് മാത്രം ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ മുന്നേ വരെയുള്ള ഭാഗം നിങ്ങളുടെ മെറ്റീരിയൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ എ 3-dimensional മോഷൻ ഓൾ ദ 3 കോർഡിനേറ്റ്സ് ചേഞ്ച് വിത്ത് ടൈം. ട്രൂ ആണ് അല്ലേ? 3-dimensional മോഷൻ എന്ന് പറയുമ്പോൾ എക്സ്, വൈ ആൻഡ് സെഡ് കോർഡിനേറ്റ്സ് ചേഞ്ച്. 2-dimensional മോഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 കോർഡിനേറ്റ്സ് ആയിരിക്കും ചേഞ്ച് ചെയ്യുക. 1-dimensional മോഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് ആയിരിക്കും ചേഞ്ച് ചെയ്യുക. സോ ഇറ്റ്സ് ട്രൂ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, എ സ്റ്റോൺ ഫോളിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് 1-dimensional മോഷൻ. ഫോൾസ് ആണ് അല്ലേ? കാരണം സ്റ്റോൺ ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബേസിക്കലി സെഡ് കോർഡിനേറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് 1-dimensional മോഷൻ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫോൾസ്. Third statement is displacement of an object can be negative in a given time interval. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് അതിനെ ഡയറക്ഷൻ അസൈൻ ചെയ്യാൻ പറ്റും. സോ അത് നെഗറ്റീവ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇവിടെ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ആക്സസ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് എക്സ് ആക്സസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സസ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാണ്. ഒബ്ജക്റ്റ് 0-ൽ നിന്ന് -2-ലേക്ക് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഇരിക്കും പോയിന്റ് ചെയ്യുക. സോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അറ്റ് ദ സെയിം ടൈം ഇയാൾ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവില്ല. അയാളിപ്പോൾ ട്രാവൽ ചെയ്തത് 2 മീറ്റേഴ്സാണ്. ബാക്കിലേക്ക് പോയാലും ഫ്രണ്ടിലേക്ക് പോയാലും ഒക്കെ അയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അവിടെ നമ്മൾ ഡയറക്ഷൻ അസൈൻ ചെയ്യും. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവ് എന്നാണ് കൺവെൻഷൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പോകുമ്പോൾ ഇറ്റ് ഒബ്വിയസ്ലി ബിക്കംസ് നെഗറ്റീവ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി നെഗറ്റീവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, an object whose position changes with respect is said to be in motion. An object whose position does not change with respect to time is said to be in rest. Third question, the SI unit of speed is meter per second, whereas that of displacement is meters. Fourth one, the term rectilinear motion is used to describe the motion of an object in straight line. Straight line motion ആണ് നമ്മൾ rectilinear motion എന്ന് പറയാം. A child while playing is running in circles around a pole, holding a 1-meter rope tied to the pole. In doing so, he completes 5 circles within 2 minutes. Based ആയിട്ട് 3 സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, സെക്കൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും കൺസിക്വൻ്റ് ആയിട്ട് ആവറേജ് വെലോസിറ്റിയും, തേർഡ് വൺ ആവറേജ് സ്പീഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയഗ്രാം നോക്കുക ഫസ്റ്റ്. സീൻ ഇങ്ങനെ വരും. ഒരു പോളുണ്ട്. ആ പോളിലേക്ക് ഒരു 1 മീറ്റർ കയറ് ടൈഡാണ്, 1 മീറ്റർ റോപ്പ്. അത് ഒരു കുട്ടി, ചൈൽഡ് ഈസ് പ്ലേയിങ്. ഓക്കെ, എന്താ വെച്ചാൽ ഈ റോപ്പ് പിടിച്ചിട്ട് അതിൻ്റെ പോളിൻ്റെ ചുറ്റും ഇങ്ങനെ പോവാണ്. സോ ഈ റോപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക കുട്ടി. ഇറ്റ് ഗോസ് അറൗണ്ട് ഇൻ സർക്കിൾസ്. അതിൽ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ ചൈൽഡ് 5 ടൈംസ് ആ സർക്കിളിൽ പോകുന്നുണ്ട്. 5 ടൈംസ് സർക്കിളിൽ ഇങ്ങനെ ആ പോളിൻ്റെ ചുറ്റും പോകുന്നുണ്ട്. 2 minutes ആണ് അതിനെടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഡിസ്റ്റൻസ് വുഡ് ബി, ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഇങ്ങനെ 5 പ്രാവശ്യം കവർ ചെയ്യുകയാണല്ലോ ചെയ്തത്. സോ 5 ടൈംസ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും ആ കുട്ടി കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇസ് 2πr. നമ്മുടെ കേസിൽ r എന്ന് പറയുന്നത് 1 ആണ്. സോ 2π meters. 5 ടൈംസ് ഈ സർക്കംഫറൻസ് കുട്ടി കവർ ചെയ്യുന്നുണ്ട്. സോ കുട്ടി കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ടൈംസ് ദ സർക്കംഫറൻസ്, വിച്ച് ഈസ് 5 × 2π, 10π meters. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചത്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടാൽ ആവറേജ് വെലോസിറ്റി കാണാം, കാരണം ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്നാണ് ചോദിച്ചത്. ഈ ചൈൽഡ് ഒരു പോയിന്റിൽ നിന്ന് ഈ സർക്കിൾ റിവോൾവ് ചെയ്യാൻ തുടങ്ങി. ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്ത്, സെക്കൻഡ് ടൈം റിവോൾവ് ചെയ്ത്, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം റിവോൾവ് ചെയ്ത സെയിം പൊസിഷനിലാണല്ലോ എത്തുന്നത്. വി നോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ വെക്റ്റർ വിച്ച് പോയിൻറ്റ്സ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന വെക്റ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, വന്നിടത്ത് തന്നെയാണ് ആ കുട്ടി എത്തുന്നത്. ആൻഡ് ഹെൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ ഇസ് 0. ഓൾദോ ആ കുട്ടി 5 ടൈംസ് ആ സർക്കിളിൻ്റെ ചുറ്റും പോയിട്ടുണ്ടെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ ഇസ് 0. ഇനി ആവറേജ് വെലോസിറ്റി കാണാം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ ടൈമാണ് അല്ലേ. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ 0 ബൈ ടൈം 2 minutes ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ് 0 ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ആവറേജ് വെലോസിറ്റിയും എന്താവും 0 meter/second ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് 0 ആൻഡ് ഹെൻസ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി വുഡ് ഓൾസോ ബി 0. തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് ഈക്വൽസ് total distance divided by total time. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചൈൽഡ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്. വി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് വാസ് 10 pi meters അല്ലേ. പിന്നെ ടോട്ടൽ ടൈം ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദ ചൈൽഡ് took 2 minutes to cover 5 times the circle അല്ലേ. സോ 2 minutes ആയിരിക്കും വരിക. ബട്ട് നമ്മൾ ഓൾവേസ് അത് meter/second റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് meter/second ആണ് സ്പീഡിൻ്റെ SI യൂണിറ്റ്. സോ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് മിനിറ്റ് വിൽ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സെക്കൻഡ്സ്. ഇപ്പോൾ 2 minutes എന്ന് പറയുന്നത് 2 × 60 seconds ആയിരിക്കും. വിനോദ 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. സോ 2 minutes എന്ന് പറയുന്നത് 120 seconds ആയിരിക്കും അല്ലേ. 2 × 60 seconds ആയിരിക്കും. 0 0 ക്യാൻസൽ ആയി പോകും. അപ്പോൾ വി ഗെറ്റ് pi by 6 2s are 12 meter/second. അപ്പോൾ ഇതായിരിക്കും കുട്ടിയുടെ ആവറേജ് സ്പീഡ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് ഒരു കാറിൻ്റെ അല്ല ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസിലുള്ള വെലോസിറ്റി തന്ന ടേബിളാണ്. എന്നിട്ട് ഈ ടേബിൾ തന്നിട്ട് നമ്മളോട് പറഞ്ഞത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. സോ മെറ്റീരിയൽ തന്നെ ഓൾറെഡി നമുക്ക് തന്നെ ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽസ് വിത്ത് വെലോസിറ്റീസ് v1 v2 v3 v4 എക്സെട്ര ഇൻ ടൈം ഇൻ്റർവെൽസ് t1 t2 t3 എക്സെട്ര ദെൻ വി ആവറേജ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെറ്റീരിയൽ ഡയറക്റ്റ് തന്ന സംഭവമാണ്. ഈ കേസിൽ നമ്മുടെ v1 എന്ന് പറയുന്നത് 30 ആണ്. ദിസ് ഇസ് v2, ദിസ് ഇസ് v3 ആൻഡ് സപ്പോസ് ദിസ് ഇസ് v4. ഇത് നമുക്ക് ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ടൈം ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ആ ഇൻ്റർവെല്ലിൻ്റെ ഡ്യൂറേഷൻ ആണ് അല്ലേ. ഇപ്പോൾ 0 to 5 എന്ന് പറയുമ്പോൾ ആ ഇൻ്റർവെൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 seconds ആണ്. അപ്പോൾ നമ്മൾ t1 എന്ന് പറയുന്നത് 5 seconds ആയിരിക്കും. പിന്നെ 5 to 7 എന്ന് പറയുമ്പോൾ അവിടെ ടൈം ഇൻ്റർവെൽ എത്രയാണ് ശരിക്കും 2 seconds അല്ലേ. 5 to 7 5 second to 7 second വരെ എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ 2 seconds ആണ്. സോ അവർ t2 becomes 2 seconds. 7 to 12 എന്ന് പറയുമ്പോൾ 5 seconds, t3 5 seconds, t4 അങ്ങനെ 3 seconds. സോ നമുക്കിപ്പോൾ ഇക്വേഷൻ്റെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ. വി ആവറേജ് വെലോസിറ്റി ഈക്വൽസ് v1 t1 പ്ലസ് v2 t2 പ്ലസ് v3 t3 പ്ലസ് v4 t4 ഓൾ ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 പ്ലസ് t3 പ്ലസ് t4. നമ്മൾ ഓൾറെഡി ആവറേജ് വെലോസിറ്റിക്ക് ഒരു ജനറൽ ഇക്വേഷൻ പഠിച്ചതല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആക്ച്വലി അത് തന്നെയാണ് ഇത്. കാരണം ഇവിടെ ഇപ്പോൾ v1 t1 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ആ ടൈം ഈ 0 to 5 വരെയുള്ള ആ 5 secondsൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിരുന്നത് 30 meter/second ആണ്. നേരത്തെ ഞാനിവിടെ മീറ്റർ എന്നിരുന്നു കേട്ടോ കൊടുത്തത്, അത് മാറ്റിയിട്ടുണ്ട്. meter/second ആണ് മാറി കൊടുത്തത്. ഇറ്റ്സ് വെലോസിറ്റി റൈറ്റ്. അപ്പോൾ meter/second ആയിരിക്കും. പറഞ്ഞു വന്നത് v1 t1 എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 0 to 5 വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ 30 meter/second ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ട്രാവൽസ് എ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു v1 ഇൻറ്റു t1. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1 ഇൻറ്റു t1 ആയിരിക്കും. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലും അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റിയും ടൈം ഇൻ്റർവെല്ലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് തരിക. ഓരോ ഇൻ്റർവെല്ലിലെയും ഓരോ ടൈം ഇൻ്റർവെൽ മൾട്ടിപ്ലൈഡ് ബൈ ആ ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓരോന്നും ആ കറസ്പോണ്ടിങ് ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കിട്ടുക ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അത് തന്നെയാണ് ഇത്. പക്ഷേ ഇക്വേഷൻ മൈൻഡിൽ വെച്ചാൽ സിമ്പിളായിട്ട് ആൻസർ ഡീൽ ചെയ്യാൻ കഴിയും. സോ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ വി ആവറേജ് വിൽ ബി ഈക്വൽ ടു v1 ഇൻറ്റു t1 30 ഇൻറ്റു 5 പ്ലസ് v2 ഇൻറ്റു t2 25 into 2 plus v3 into t3 45 into 5 plus v4 into t4 40 into 3 all divided by 5 plus 2 plus 5 plus 3 t1 plus t2 plus t3 plus t4 which will be 150 plus 50 25 into 250 plus
45 into 5 will be 225 plus 40 into 3 will be 120, all divided by 5 plus 2 plus 5 plus 3 is 50. 150 plus 50 plus 225 plus 120 will give you 545. 545 divided by 15 is equal to 36.33 meter per second. So average velocity equals 36.33 meter per second. Seventh question, kinematics is the study of objects in motion dash considering the cause of motion, with or without considering the cause of motion. Kinematics is the study of objects in motion without considering the cause of motion. Kinematics we do not consider the cause of motion. Cause of motion കൂടി കൺസിഡർ ചെയ്യുന്നത് ഡൈനാമിക്സ് ആണ് അല്ലേ. കൈനമാറ്റിക്സിൽ നമ്മൾ മോഷനെ കുറിച്ച് മാത്രമേ പഠിക്കില്ല, അതിൻ്റെ കോസിനെ കുറിച്ച് പഠിക്കില്ല. ഡൈനാമിക്സിൽ വി ഓൾസോ സ്റ്റഡി അബൌട്ട് ദ കോസ് ഓഫ് ദ മോഷൻ. 8th question, a 1 kilometer road, a 1 kilometer long train travels at a speed of 5 meter per second. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 1 kilometer long train എന്നാണ് ഉദ്ദേശിച്ചത്. Travels at a speed of 5 meter per second. How much time will it take to go past a check post 3 kilometer away from it? ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 1 kilometer long train എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1 kilometer ലെങ്ത് ഉള്ള ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൻ്റെ 3 kilometer ദൂരെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മളോട് ചോദിച്ചാൽ ടോട്ടൽ ഈ ചെക്ക് പോസ്റ്റ് ടോട്ടൽ കവർ ചെയ്ത് പോകാൻ ആ ട്രെയിന് എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചത്. ട്രെയിൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ഈ എൻഡും ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഫ്രണ്ട് എൻഡ് ഈ ചെക്ക് പോസ്റ്റിൽ എത്താനെടുക്കുന്ന ടൈം ഈസി ആയിട്ട് നോർമൽ നമ്മളെ സ്പീഡിൻ്റെ ഇക്വേഷൻ, സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഈ കേസിൽ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 kilometer ആണ്. 3 kilometer മീൻസ് 3000 meters ഡിവൈഡഡ് ബൈ സ്പീഡ്. ട്രെയിനിൻ്റെ സ്പീഡ് ഇസ് ഓൾറെഡി ഗിവൺ, ഇറ്റ് ഇസ് 5 meter per second. അത് 600 seconds വരും അല്ലേ. അപ്പോൾ 600 second കൊണ്ട് ട്രെയിനിൻ്റെ ഈ എൻഡ് ചെക്ക് പോസ്റ്റ് എത്തും. ട്രെയിനിൻ്റെ ഈ എൻഡ് ചെക്ക് പോസ്റ്റ് എത്തും. പക്ഷെ അത് പോരാ. ട്രെയിന് ഇവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ ഈ എൻഡ് കവറായി പോകണം. അപ്പോൾ ദാറ്റ് എൻഡ് ഈസ് അഗെയിൻ 1 kilometer ബാക്കിലെ, ഇവിടുന്ന് 1 kilometer ബാക്കിലാണ് ആ എൻഡ് ഉള്ളത്. അപ്പോൾ 5 meter per second ആ എൻഡും കൂടെ കവർ ചെയ്ത് പോകണം. സോ കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കും. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 kilometer അല്ലേ. അപ്പോൾ ഈ എൻഡ് ഈ 1 kilometer കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് എത്തണം വിത്ത് സെയിം സ്പീഡ്. 5 meter per second ആണ്, സ്പീഡൊന്നും മാറുന്നില്ല. അപ്പോൾ എക്സ്ട്രാ ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടൈം 2 ഈക്വൽസ്, ഇപ്പോൾ 1 kilometer അല്ലേ നമ്മളെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് 1000 meters. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എൻഡ്, അതിൻ്റെ ബാക്കിലെ എൻഡ് 1 kilometer ട്രാവൽ ചെയ്യാനുണ്ട്. 1 kilometer ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഈസ് അഗെയിൻ 5 meter per second ഓൺലി. ദിസ് ബിക്കംസ് 200 seconds. സോ ഫ്രണ്ട് എൻഡ് 600 seconds കൊണ്ട് എത്തും. അത് കഴിഞ്ഞ് 200 seconds കഴിഞ്ഞിട്ട് ബാക്ക് പാർട്ടും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കവർ ചെയ്ത് പോകും. സോ ദ ടോട്ടൽ ടൈം equals 600 plus 200, which is 800 seconds. 9th question നോക്കുക. The route of a bus includes 4 stops spaced 20 kilometers apart. 4 സ്റ്റോപ്പുകളുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 20 kilometer ആണ്. If it takes 30 minutes to reach from its starting point to the first stop, അപ്പോൾ 30 minutes ആണ് ഫസ്റ്റ് ടൈം ഇൻ്റർവൽ. 10 minutes to the second stop, second time interval 10 minutes. 40 minutes to the third and 20 minutes to the last one. T3 40 minutes, T4 20 minutes. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബസ് അറ്റ് ഈച്ച് ഇൻ്റർവൽ. അപ്പം ഓരോ സ്റ്റോപ്പിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. സോ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ. അതിൻ്റെ ഇടയിലൊക്കെയുള്ള ടൈം ഇൻ്റർവെല്ലും ഗിവൺ ആണ്. ഡിസ്റ്റൻസും ടൈമും ഗിവൺ ആണ്. വി ഹാവ് ടു ഫൈൻഡ് സ്പീഡ്. വി ഹാവ് 3 intervals. ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫസ്റ്റ് സ്റ്റോപ്പ് വരെ, ഫസ്റ്റ് സ്റ്റോപ്പ് മുതൽ സെക്കൻഡ് സ്റ്റോപ്പ് വരെ, സെക്കൻഡ് സ്റ്റോപ്പ് മുതൽ തേർഡ് സ്റ്റോപ്പ് വരെ, തേർഡ് സ്റ്റോപ്പ് മുതൽ ഫോർത്ത് സ്റ്റോപ്പ് വരെ. ഓരോന്നിൻ്റെയും കേസിൽ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ് ഉണ്ട്. ഡിസ്റ്റൻസ് പക്ഷേ എല്ലാത്തിൻ്റെ ഇടയിലുള്ളത് 20 kilometer ആണെന്ന് ഗിവൺ ആണ്. സോ D1, D2, D3, D4 എന്ന് എഴുതേണ്ട, ജസ്റ്റ് റെപ്രസെൻറ്റ് ഇറ്റ് ആസ് D, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെലിൻ്റെ കേസ് എടുക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദ ഫസ്റ്റ് സ്റ്റോപ്പ്. നമ്മളോട് ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓരോ ഇൻ്റർവെല്ലിൻ്റെയും സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ എടുക്കാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഹിയർ? 20 kilometer ആണ്. 20 kilometer മീൻസ് 20,000 meters. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടൈം എന്താ വരിക? 30 minutes ആണ്. 30 minutes ആണ്. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 30 into 60 seconds വരും. അഥവാ
1800 seconds വരും. സോ ഡിസ്റ്റൻസ് 20,000 മീറ്റേഴ്സ്, ടൈം 1800 സെക്കൻഡ്സ്. സ്പീഡ് എന്ത് വരും? 20,000 ഡിവൈഡഡ് ബൈ 1800. ലെറ്റ്സ് റെപ്രസെൻറ്റ് ഇറ്റ് ആസ് V1 ഫസ്റ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി, ടൈം കിട്ടി. അപ്പോൾ V1 എന്തായിരിക്കും? 20,000 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 1800 സെക്കൻഡ്സ്. സീറോസ് ക്യാൻസൽ ആയി പോകും. രണ്ടും 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 100 divided by 9, which will give you 11.11 meter per second. So V1 gives you 11.11 meter per second. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ കണ്ടുപിടിച്ചു. ഈ സെക്കൻഡ് ഇൻ്റർവെൽ എടുക്കാം. ഫസ്റ്റ് സ്റ്റോപ്പ് ടു സെക്കൻഡ് സ്റ്റോപ്പ്. ഇതിനെ V2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യം ഡിസ്റ്റൻസ് എന്താ ഇവിടെ വരിക? എല്ലാത്തിലെയും പോലെ 20,000 മീറ്റേഴ്സ് കോമൺ ഡിസ്റ്റൻസ് ആണല്ലേ ഡി. ടൈം എന്താ വരിക? 10 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് 10 × 60 അഥവാ 600 സെക്കൻഡ്സ്. ഡിസ്റ്റൻസ് 20,000 മീറ്റേഴ്സ്, ടൈം 600 സെക്കൻഡ്സ്. സോ V2 എന്ന് പറയുന്നത് എന്താ വരിക? 20,000 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 600 സെക്കൻഡ്സ്. സീറോസ് ക്യാൻസൽ ആവും. 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 divided by 3 എന്ന് കിട്ടും, which will be 33.33 meter per second. So V2 33.33 meter per second. Third interval, second stop to third stop. Distance is again 20,000 meters. Time എന്ന് പറയുന്നത് 40 minutes ആണ്. സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 40 × 60, which will give you 22,400 seconds. ടൈം കിട്ടി, ഡിസ്റ്റൻസ് കിട്ടി. സോ V3 എന്താവും? 20,000 divided by 2,400. അഗെയിൻ സീറോസ് ക്യാൻസൽ ആകും. 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 100 divided by 12. പിന്നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 50 divided by 6. This will give you 8.33 meter per second. So V3 equals 8.33 meter per seconds. Third stop to fourth stop ആണ് last interval. Fourth interval, distance 20,000 meters. Time 20 minutes. സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 20 × 60 അഥവാ 1,200 സെക്കൻഡ്സ്. ഡിസ്റ്റൻസ് കിട്ടി, ടൈം കിട്ടി. ഇപ്പോൾ V4 എന്തായിരിക്കും? 20,000 meters divided by 1,200 seconds. again zeros cancel ആകും. 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 divided by 6 വരും. 100 divided by 6 എന്ന് പറയുമ്പോൾ 1.66 meter per second. So V4 കിട്ടി 1.66 meter per second. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An athlete in completing a certain sports challenge moves at a velocity of 0.6 meter per second for the first kilometer, 0.3 meter per second for the next 3 kilometers and completes the last 2 kilometers from with 0.5 meter per second. അപ്പോൾ അവിടെ ഒരു സ്പോർട്സ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. 1 കിലോമീറ്റർ 0.6 മീറ്റർ പെർ സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 0.6ന് V1 എന്ന് കൊടുക്കാം, 1 കിലോമീറ്ററിന് D1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് 3 കിലോമീറ്റേഴ്സ് 0.3 മീറ്റർ പെർ സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 0.3 വിൽ ബി V2, 3 കിലോമീറ്റേഴ്സ് വിൽ ബി D2 and completes the last 2 kilometers with 0.5 meter per second. അപ്പോൾ ഈ 2 kilometers will be D3 and 0.5 meter per second will be V3. Calculate the average velocity of the athlete ആണ് പറഞ്ഞത്. ഇതിനും മെറ്റീരിയൽ ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ്. പിന്നെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളത്, ആ 3 കിലോമീറ്റേഴ്സ് എന്ന് കൊടുത്തെടുത്ത് 3 kms എന്ന് എഴുതിയിട്ടുണ്ട്. അത് റോങ് ആണ്. അങ്ങനെ SI യൂണിറ്റ് ഒരിക്കലും അങ്ങനെ എഴുതില്ല. ഇങ്ങനെ പ്ലൂരൽ ലാസ്റ്റ് S കൊടുത്തിട്ട് എഴുതില്ല. ഒന്നെങ്കിൽ കിലോമീറ്റേഴ്സിന് ഫുൾ വേർഡ്സിൽ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് KM എന്ന് കൊടുക്കുക. എന്നിട്ട് പറയുമ്പോൾ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ KMS എന്ന് പറഞ്ഞാൽ എഴുതില്ല. അതൊരു എറർ ഒന്നും ആയതാണ് കേട്ടോ. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫോർമേഷൻസ്. ആദ്യത്തെ കിലോമീറ്റർ 0.6 മീറ്റർ പെർ സെക്കൻഡിലാണ് അയാൾ കവർ ചെയ്ത്. അടുത്ത 3 കിലോമീറ്റർ 0.3 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടിയത്. അല്ല ലാസ്റ്റ് 2 കിലോമീറ്റേഴ്സ് 0.5 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടിയത്.
ഇയാളുടെ ആവറേജ് വെലോസിറ്റിയാണ് ചോദിച്ചത്. മെറ്റീരിയൽ തന്ന ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. വി ആവറേജ് ഈക്വൽസ് d1 പ്ലസ് d2 പ്ലസ് d3 ഓൾ ഡിവൈഡഡ് ബൈ d1 ബൈ v1 പ്ലസ് d2 ബൈ v2 പ്ലസ് d3 ബൈ v3. ഇതിപ്പോൾ നേരത്തെ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, ബസ്സിൻ്റെ റൂട്ട് 3 സ്റ്റോപ്പ് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇത് ആക്ച്വലി നമ്മളെ നോർമൽ വി ആവറേജിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ആക്ച്വലി ഡിനോമിനേറ്റർ ഇതിപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ, d1 പ്ലസ് d2 പ്ലസ് d3 എന്ന് പറയുന്നത് ഓബ്വിയസ് അല്ലേ. പിന്നെ ഈ d1 v1 എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ കവർ ചെയ്യാൻ എടുത്ത ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ടൈമാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ എടുത്ത ടൈം പ്ലസ് d2 ബൈ v2 എന്ന് പറയുന്ന സെക്കൻഡ് ഇൻ്റർവെല്ലിൽ എടുത്ത ടൈം പ്ലസ് d3 ബൈ v3 എന്ന് പറയുന്ന തേർഡ് ഇൻ്റർവെല്ലിൽ എടുത്ത ടൈം. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ ടോട്ടൽ അയാളെടുത്ത ടൈം കിട്ടും. അപ്പോൾ ഇൻഫാക്റ്റ് ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. പക്ഷേ ഈ ഇക്വേഷൻ മൈൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഈച്ച് വാല്യൂ 1 by 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d1 വിൽ ബി 1 പ്ലസ് d2 വിൽ ബി 3 പ്ലസ് d3 is 2 ഡിവൈഡഡ് ബൈ d1 ബൈ v1 എന്ന് പറയുമ്പോൾ 1 ബൈ 0.6 പ്ലസ് d2 ബൈ v2 3 by 0.3 plus d3 by v3 2 by 0.5. 1 plus 3 plus 2 എന്ന് പറയുമ്പോൾ that will be 6 divided by 1 by 0.6 എന്ന് പറയുന്നത് ആക്ച്വലി 1 by 6 by 10 ആണ് അല്ലേ. 0.6 മീൻസ് 6 by 10 അല്ലേ. അപ്പോൾ 10 അല്ലേ ന്യൂമറേറ്റർ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ബിക്കംസ് 10 by 6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 by 3 ആവും. 5 by 3 പ്ലസ് 3 by 0.3 എന്ന് പറയുന്നത് 3 by 10 ആണ്. അപ്പോൾ ആ 10നെ ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ബിക്കംസ് 3 into 10 by 3. അപ്പോൾ 30 by 3 വരും. 30 by 3 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 2 by 0.5 എന്ന് പറയുന്നത് 1 by 2 അല്ലേ. അപ്പോൾ ഈ 2നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 into 2 എന്ന് പറയുന്നത് 4 ആവും. 4 by 1 is 4 itself. So it becomes 4. നെക്സ്റ്റ് ഈ 3നെ LCM എടുക്കാം. ടോട്ടൽ ഡിനോമിനേറ്ററിൽ 6 divided by 5 plus 3 into 10 is 30 plus 4 3s are 12 all divided by 3. ഈ 3നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. 6 3s are 18 പിന്നെ 5 plus 30 plus 12 എന്ന് പറയുമ്പോൾ 17 plus 30 becomes 47. 1 by 0.6 എങ്ങനെയാണ് 5 by 3 ആയത്? നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എൻ്റെ മാത്തമാറ്റിക്സ് പറയുമ്പോൾ വി നോ ദാറ്റ് a by b divided by c by d. a by b is a fraction that divided by another fraction എന്ന് പറയുന്നത് a by b ഇൻറ്റു d by c ആണ്. അതായത് ഈ ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ഇവിടെ ഡിനോമിനേറ്റർ c by d, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് d by c. അപ്പോൾ ഈ d by c നെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ റൂൾ മൈൻഡിൽ വയ്ക്കുക. എന്നിട്ട് ടേക്ക് ഫോർ എക്സാമ്പിൾ 1 by 0.6. 1 by 0.6 എന്ന് പറയുന്നത് 1 by 6 by 10 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലൊരു ഫ്രാക്ഷൻ വന്നത് നോക്കുക. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഡിനോമിനേറ്ററിലൊരു ഫ്രാക്ഷൻ വരുന്ന സമയത്ത് അതിൻ്റെ റെസിപ്രോക്കലിനെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 6 by 10 റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 10 by 6 ആണ്. സോ എനിക്ക് എന്ത് ചെയ്താൽ മതി, 1 ഇൻറ്റു ഈ 1 ആണ് എൻ്റെ ന്യൂമറേറ്റർ, ആ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 by 10 by 6 അല്ലേ. ഇത് രണ്ടും 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 5 by 3. ഇങ്ങനെയാണത് 5 by 3 ആയത്. ഇനി 3 by 0.3 എടുക്കുക. 3 by 0.3 എന്ന് പറയുന്നത് 3 divided by 3 by 10 ആണ് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററോടെ 3 ആണ്, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 10 by 3 അല്ലേ. 3 by 10 റെസിപ്രോക്കൽ 10 by 3. അപ്പോൾ 3 into 10 by 3 എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് 10 അല്ലേ. 30 divided by 3 എന്ന് പറയുമ്പോൾ ആ 10 ആണ്. ഇനി അടുത്തത് എടുക്കുക. 2 by 0.5 എങ്ങനെ വരിക? 2 by 0.5 എന്ന് പറയുന്നത് 2 divided by 1 by 2 ആണല്ലേ. 0.5 is 1 by 2. അപ്പോൾ 1 by 2ൻ്റെ റെസിപ്രോക്കലിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 1 by 2ൻ്റെ റെസിപ്രോക്കൽ is 2 by 1 which is 2 itself. 2 into 2 is 4. So this is how it came. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So final answer V average equals 18 divided by 47 meter per seconds. നിങ്ങൾ അയച്ചു തരുന്ന റെസ്പോൺസസിൽ 2 or 3 പേരുടെ ആൻസർ ഷീറ്റ് മാനുവലി ചെക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. റാൻഡമായിട്ട് 2 or 3 പേരുടെ മാത്രമേ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. സോ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, ആൻസർക്ക് കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതിയ ആൻസേഴ്സുമായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള പാർട്ട് ഈസി ആയിട്ട് അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ചെയ്യാനും സുഖമായിരിക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്കും ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യാൻ സുഖമായിരിക്കും. സോ അത് സീരിയസ് ആയിട്ട് എടുക്കുക. താങ്ക് യു.